വെൽക്കം ബാക്ക് ടു വർണ്ണ പകിട്ട്. ഹിസ്റ്റോറിക്കൽ വില്ലേജിനെ പറ്റി പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇവരുടെ അടുത്ത് നിൽക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വീഡിയോ എടുത്തോട്ടെ, യൂട്യൂബിൽ ഇടാനെന്നൊക്കെ പറഞ്ഞ് പെർമിഷനൊക്കെ മേടിച്ചേക്കാണ്. അപ്പോൾ പഴയ രീതിയിൽ അന്നത്തെ ആ ഹിസ്റ്ററി പറഞ്ഞു തരുന്നത് കൊണ്ട് അവരും പഴയ അന്നത്തെ കാലത്തെ ഡ്രസ്സ് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ആ ഡ്രസ്സിനെ പറ്റിയൊക്കെ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ ഞാൻ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു വിസ്മൃതിയിൽ ആണ്ടുപോയ കുറച്ച് വീടുകളെ പറ്റി. പക്ഷെ അതിനകത്ത് വിശേഷങ്ങളോ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത് ക്ലോസ്ഡ് ആയിരുന്നു. ഇത് പ്രത്യേക പെർമിഷൻ മേടിച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ അകത്ത് കയറുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതിൻ്റെ അകത്ത എല്ലാ കാഴ്ചകളും ഇന്ന് കാണിച്ചു തരും. പിന്നെ ഇവർ നമുക്ക് ഫുൾ കഥകളും പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കഥയെല്ലാം ഇംഗ്ലീഷിലാണെന്ന് മാത്രം. മുന്നേ ഒരു വീഡിയോ ചെയ്തത് കൊണ്ട് ഇതിൻ്റെ കംപ്ലീറ്റ് സ്റ്റോറി എനിക്ക് അറിയാമായിരുന്നു, പക്ഷെ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളൊരു കൗതുകം ഉണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരു ഗരേജ് ഹൗസാണ്. അപ്പം അവിടെയാണ് അത് ഓഫീസ് റൂമായിട്ടും സെറ്റ് ചെയ്തേക്കുന്നവർ. അപ്പം അവിടെ നിന്നാണ് നമ്മൾ അവിടെ കുറേ കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, ഹിസ്റ്ററികളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പാണ്. ആദ്യം തന്നെ നമ്മൾ പോണത് ഓൺ റൂം സ്കൂളിലാണ്, അതായത് ഒറ്റ മുറിയുള്ള ക്ലാസ് റൂം. അവിടെ നമ്മൾ ചെന്ന് കയറിയപ്പോൾ ഇരിക്കാനുള്ള പെർമിഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സീറ്റുകളിൽ 1800-കളിൽ നിർമ്മിച്ച ഒരു ക്ലാസ് റൂമാണിത്. അമേരിക്കൻ ആഫ്രിക്കൻസ് പഠിച്ച സ്കൂളായിട്ടും ഇത് കണക്കാക്കപ്പെടുന്നുണ്ട്. സ്കൂളിന് വെളിയിൽ ടീച്ചേഴ്സ് റൂൾസും എഴുതി വെച്ചിട്ടുണ്ട്, നമുക്ക് കാണാം. പിന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ പല സൈസിലുള്ള ഡെസ്കും ചെയറും ഞാൻ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തിരക്കിയപ്പോഴാണ് അറിഞ്ഞത് കൊച്ചു കുട്ടികൾ മുതൽ വലിയ കുട്ടികൾ വരെ ഒരേ ക്ലാസ് റൂമിൽ ഒരേ സമയത്തിരുന്നാണ് പഠിച്ചതെന്ന്. അപ്പോൾ അന്നത്തെ കാലത്ത് എടുത്ത ഫോട്ടോയും അവർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഈ ഫോട്ടോ 1931 എടുത്ത ഫോട്ടോയാണ്. പല പ്രായക്കാരെയും നമുക്ക് ഈ ഫോട്ടോയിൽ കാണാം. പിന്നീട് നമ്മൾ പോയത് വൺ റൂം സ്റ്റോറിലാണ്, അതായത് ഒറ്റമുറി കട. സ്റ്റോറിൻ്റെ ബാക്ക് വശത്തൂടെയാണ് നമ്മൾ കയറ്റിയത്. അന്നത്തെ കാലത്ത് ഈ ഒരു കടയാണ് അവിടെയുള്ള ആളുകളെല്ലാം ആശ്രയിച്ചിരുന്നത്. നിരവധി ബിസിനസ്സുകളുടെ കേന്ദ്രമായും പിന്നീട് ഇത് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് ഓഫീസായും പത്രങ്ങൾ അച്ചടിക്കുന്ന സ്ഥലമായും അങ്ങനെ ഒട്ടനവധി സംഭവങ്ങളുടെ കേന്ദ്രം കൂടിയാണിത്. അങ്ങനെ ഓരോന്നോരോന്നെ തൊട്ട് കാണിച്ച് ഞാൻ പറയാൻ നിൽക്കുന്നില്ല, ചില ഇൻട്രസ്റ്റ് ആയ കാര്യങ്ങൾ മാത്രം പറഞ്ഞു പോവാം. ഇതൊരു കാറ്റലോഗാണ്, ഇതിനകത്ത് സാധനങ്ങളുടെ ഒരു നീണ്ട നിര തന്നെ ഉണ്ട്. ഇത് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 6 മാസം കഴിയുമ്പോൾ വാഗണിൽ വരും എന്നാണ് അവർ പറയുന്നത്. എന്നാവരണം ഇപ്പോൾ ഓർഡർ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് ലിസ്റ്റ് എടുത്ത് എനിക്ക് പിന്നെ കാണിച്ചു തന്നു. ഇതിലേതാണ് വേണ്ടതെന്ന് ചോദിച്ചു. ഇതൊരു മെയിൽ ബോക്സ് ആണ്. മെയിലുകളൊക്കെ വരുന്ന ഓരോരുത്തർക്ക് ഓരോ അഡ്രസ്സിൽ വരുന്ന മെയിൽ ബോക്സ് ആണ്. ഇതെന്ന് പറയുന്നത് പ്രിന്റിംഗ് മെഷീനാണ്, പത്രമൊക്കെ അച്ചടിക്കുന്ന. ഇതെന്ന് പറഞ്ഞാൽ അതിൽ അച്ചുകളാണ്. പിന്നെ ഈ എടുത്ത് കാണിച്ചു തരുന്ന ആ ഒരു ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ അടിച്ച ഒരു ഷീറ്റ് ജസ്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തു തന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ അന്ന് കാലത്ത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന പല പല അയൺ ബോക്സുകളാണ്. പിന്നെ റാന്തലുകളും. ഇതൊക്കെ അന്ന് കാലത്ത് ഉപയോഗിച്ചിരുന്നതും വിൽക്കാനായിട്ട് വെച്ചിരുന്നതുമായിട്ടുള്ള പല പല സംഭവങ്ങൾ. പിന്നെ ഇതും അതുപോലെ തന്നെ അന്നത്തെ വിറ്റിരുന്ന കുറേ സാധനങ്ങളുടെ ടിന്നുകളാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് ഡ്രസ്സോ പൈസയോ ഒക്കെ ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ ഈ ഭരണികളെന്ന് പറയുമ്പോഴത്തേക്ക് വൈൻ അങ്ങനെ ഇങ്ങനെയൊക്കെ തയ്യാറാക്കി വെക്കുന്ന ഒരു സ്റ്റോറേജ് സംഭവമായിട്ടൊക്കെ വയ്ക്കുന്ന. ഇത് കണ്ടോ, കോഫി പൊടിച്ച് എടുക്കുന്ന, നമ്മളെ കൈകൊണ്ട് തന്നെ കറക്കി പൊടിക്കുന്ന. പിന്നെ ഇതും ഒരു സ്കൂളാണ്, 1894 ഒരു സ്കൂളാണ്. ഒരു ഒറ്റമുറി ക്ലാസ് റൂം. പിന്നെ മാത്രമല്ല ഇത് ഒരു കുറച്ചും കൂടി ബ്ലാക്ക് ബോർഡ് സംവിധാനം കുറച്ചും കൂടി കൂടുതലുണ്ട് ഈ ക്ലാസ് റൂമിൽ എന്നുള്ളതാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ക്ലാസ്സിൽ യൂസ് ചെയ്യുന്ന കുറച്ച് മെറ്റീരിയൽസ്, ഒരു ഫ്ലാഗ് മടക്കി വെച്ചിട്ടുള്ളതായിട്ട് കാണാമായിരുന്നു. ഇതെന്ന് പറയുന്നത് ഒരു ലെയ്ത്താണെന്ന് തോന്നുന്നു പറയുന്നത്. നമ്മൾ ഈ കമ്പിയും കാര്യങ്ങൾ, റിങ്ങി ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ, പിച്ചാത്തി അങ്ങനെയുള്ള ഇരുമ്പ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നൊരു ഷോപ്പാണ്, പണ്ടത്തെ ഷോപ്പാണ്. പിന്നെ ഇതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ തരാനായിട്ട് എനിക്കറിയത്തില്ല. ഇതാണ്, ഇതിൽ കൂടി ഇങ്ങനെ കറക്കുമ്പോഴത്തേക്ക് എന്തോണ് തീ വരെയും, അപ്പോൾ അതിൽ കൂടി ഈ കമ്പി ഈ പിച്ചാത്തി അതൊക്കെ ചൂടാക്കിയിട്ട് അവിടുത്തെ ആ ഒരു സംഭവം കാണിക്കുക. അതിൽ കൊണ്ടിങ്ങനെ അടിച്ച് സെറ്റാക്കുന്നൊരു സംഭവം നമ്മുടെ നാട്ടിലേക്ക് കണക്ക് അന്നുള്ള സംഭവമാണ്. എനിക്കതിന് കൂടുതൽ എക്സ്പ്ലനേഷൻ എനിക്കറിയത്തില്ല. അപ്പോൾ അന്നത്തെ പണ്ടത്തെ 1800-കളിൽ ഇങ്ങനെയൊക്കെ ഉള്ള സെറ്റപ്പ് ഇവിടെ ഉണ്ടായിരുന്നു. അപ്പം ഉണ്ടോ ഇതിലെ പിള്ളേ കാണിക്കുന്നത് ഇങ്ങനെ ആ കമ്പിയൊക്കെ പഴിപ്പിച്ചുകൊണ്ട് വന്ന് ഇതിനകത്തെ സ്ഥലത്ത് കൊണ്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള സംഭവമാണിത്. ഇനിയാണ് ഏറ്റവും രസകരമായ കാഴ്ച, നമ്മൾ ഏറ്റവും കാണാൻ കൊതിച്ച ആ പഴയ വീട്. 100-200 വർഷം പഴക്കം ചെന്നിട്ടും അന്നത്തെ കാലത്ത് ആ ജീവിച്ചിരുന്ന ആ സാഹചര്യം കാണേണ്ടത് തന്നെയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.